പ്രിയ ദൈവജനമേ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. സ്നാപക യോഹന്നാൻ്റെ എളിമയുടെയും ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിൻ്റെയും ഉത്തമ മാതൃകയാണ് ഈ സുവിശേഷം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. തന്നെക്കാൾ വലിയവൻ വരുന്നുവെന്നും താൻ അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാൻ പോലും യോഗ്യനല്ലെന്നും പ്രഖ്യാപിച്ച സ്നാപകൻ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ സന്തോഷപൂർവ്വം പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. മണവാളൻ്റെ സ്വരം കേട്ട് ആനന്ദിക്കുന്ന മണവാളൻ്റെ സ്നേഹിതനായി സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ജീവിതത്തിലെ സ്വാർത്ഥതയില്ലാത്ത സമർപ്പണത്തെ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന സ്നാപകൻ്റെ വചനം ക്രൈസ്തവരായ നാം ഓരോരുത്തർക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആഴത്തിൽ ധ്യാന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തിനു മുൻപിൽ സ്വയം മഹത്വപ്പെടാനല്ല, മറിച്ച് നമ്മിലൂടെ ക്രിസ്തു മഹത്വപ്പെടാനാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ടതെന്ന് ഈ വചനഭാഗം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും ഈ എളിമയുടെ ഭാവം നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അധികാരം, സമ്പത്ത്, കഴിവുകൾ ഇവയെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും അവ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്നും നാം തിരിച്ചറിയണം. പലപ്പോഴും നമ്മുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മിൽ നിന്ന് അകന്നു പോകും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴും ദൈവകാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോഴും ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് സ്നാപകനെ പോലെ ദൈവഹിതത്തിന് മുൻപിൽ ശിരസ് നമിക്കാൻ നമുക്ക് സാധിക്കണം. യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാക്കി മാറ്റുമ്പോൾ മാത്രമേ യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിറയുകയുള്ളൂ. ഈ തിരുവചനം നമുക്ക് നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അഹന്തയെ കുരിശിൽ തറയ്ക്കാനും ദൈവ മഹത്വത്തിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കാനും ഈ ദിവസം നമ്മെ ക്ഷണിക്കുന്നു. സ്നാപക യോഹന്നാൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ക്രിസ്തുവിനായി വഴിയൊരുക്കുന്ന എളിയ ദാസരായി നമുക്കും മാറാം.